السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أبي أمامة رضي الله عنه أنه قال رسول الله صلى الله عليه وسلم: يا ابن آدم إنك أن تبذل الفضل خير لك وأن تمسكه شر لك ولا تلام على كفاف وبدأ بمن تعول واليد العليا خير من اليد السفلى. സ്വഹീഹ് മുസ്ലിം. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: യബ്ന ആദം, ഓ മനുഷ്യ, ആദം സന്തതി മനുഷ്യ, ഇന്നക തീർച്ചയായും നീ അൻ തബ്ദുലൽ ഫദ്ല, നിന്റെ ആവശ്യം കഴിച്ചിട്ടുള്ള മിച്ചമുള്ളത് നൽകൽ. നിനക്കും നീ ചെലവ് നൽകൽ ബാധ്യതപ്പെട്ടവർക്കും ആവശ്യമായത് കഴിഞ്ഞ് പിന്നെ ബാക്കി വരുന്നത് ഉണ്ടാവുമല്ലോ, അത് നീ മറ്റുള്ളവർക്ക് നൽകൽ ഖൈറുൻ ലക, അതാണ് നിനക്ക് ഏറ്റവും ഖൈർ. വഅൻ തുംസികഹു, നീ അതിനെ പിടിച്ചു വെക്കൽ, തടഞ്ഞു വെക്കുക. നിന്റെ ആവശ്യം കഴിഞ്ഞ് നീ ചെലവ് നൽകൽ ബാധ്യതയുള്ളവരുടെ ആവശ്യവും കഴിഞ്ഞ് മിച്ചം വന്നത് പിന്നെയും അവിടെ സൂക്ഷിക്കുക, പിടിച്ചു വെക്കുക, അത് നിനക്ക് ഷർറാണ്. വലാ തുലാമു അലാ കഫാഫിൻ, മതിയായത് ആവശ്യമായത് എടുക്കുന്നതിന്റെ മേലിൽ, പിടിച്ചു വെക്കുന്നതിന്റെ മേലിൽ നീ ആക്ഷേപിക്കപ്പെടുകയില്ല, ആക്ഷേപാർഹനല്ല. കഫാഫ് എന്ന് പറഞ്ഞാൽ ഐ വലാ യൽഹഖുക ലൗമും മിനശ് ശർഇ അലാ കഫാഫിന ഇംസാക്കി മാ തകുഫു ബിഹിൽ ഹാജ. നിന്റെയും നിന്റെ ഭാര്യ സന്താനങ്ങള്, അതുപോലെ അങ്ങനെ ചെലവ് നൽകാൻ ബാധ്യതപ്പെട്ട ആളുകൾ, അവർക്ക് വേണ്ട ആ മതിയായത് നീ പിടിച്ചു വെച്ചാല് അതിന്റെ മേലിൽ നിനക്ക് ആക്ഷേപം വരാനില്ല. നീയും നിന്റെ ആശ്രിതരും ഭക്ഷിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം മിച്ചം വരുന്നത് ഉണ്ടാവുമല്ലോ, അത് നീ കൊടുക്കണം, പിടിച്ചു വെക്കരുത്, അതാണ് നിനക്ക് ഖൈറ്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: വബ്ദ, നീ തുടങ്ങുക, ബിമൻ തഊലു, നീ പോറ്റേണ്ട, സംരക്ഷിക്കേണ്ട, ചിലവ് നൽകേണ്ടവരെ കൊണ്ട് തുടങ്ങുക. അതായത് സൗജത്ത്, ഭാര്യ, അതുപോലെ തന്നെ ചെലവ് കൊടുക്കൽ ബാധ്യതപ്പെട്ട ബാപ്പ, ഉമ്മ, അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ അടിമ, മൃഗം, അവർക്കൊക്കെ ആദ്യമായിട്ട് കൊടുക്കുക. അന്ന ഹഖ്ഖുഹും വാജിബുൻ, കാരണം അവർക്കുള്ള ആ ഹഖ് വാജിബാണല്ലോ. വഹുവ അഫ്ളലു മിനൽ മൻദൂബി ബി 70 ളിഅഫ, ഒരു വാജിബായ കാര്യം എന്ന് പറഞ്ഞാൽ സുന്നത്തിനേക്കാൾ 70 ഇരട്ടി അത് മേലെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ട് തുടങ്ങുക. വൽ യദുൽ ഉലിയ, ഉയർന്നു നിൽക്കുന്ന കൈ. ഉയർന്നു നിൽക്കുന്ന കൈ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നൽകുന്ന, അങ്ങോട്ട് കൊടുക്കുന്ന കൈ അതെപ്പോഴും മുകളിലാണ് ഉണ്ടാകുക. അതല്ലെങ്കിൽ അൽ മുതഅഫിഫത്തു അനി സുആലി, യാചനയെ തൊട്ട് പരിശുദ്ധത പ്രകടിപ്പിച്ച് ഒന്നും എരന്ന് ചോദിക്കാത്ത ആ കൈ. ഖൈറുൻ മിനൽ യദി സുഫ്ല, സ്വീകരിക്കുന്ന, താഴ്ന്നു നിൽക്കുന്ന കൈയിനേക്കാൾ ഖൈറാണ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന കൈയിനേക്കാൾ, അതല്ലെങ്കിൽ യാചിക്കുന്ന കൈയിനേക്കാൾ ഖൈറാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് എന്താണ്? നമുക്കും നാം ചെലവ് നൽകൽ നിർബന്ധമായ ബാധ്യതപ്പെട്ട ആളുകളുണ്ടാവും, അവർക്കും ആവശ്യമുള്ളത് കഴിഞ്ഞ് ബാക്കി വരുന്നത് നമ്മൾ പിടിച്ചു വെക്കരുത്, കൊടുക്കണം. നമ്മൾ പൊതുവിൽ ആ വിഷയത്തിലൊക്കെ വളരെ പിറകിലാണ്. അതിനിപ്പോ ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെയാണ്. ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ മിച്ചം വന്നാല് സ്പെഷ്യൽ ഭക്ഷണമൊക്കെ ആയിരിക്കും, നമ്മളത് കൊടുക്കൂല, അയൽക്കാർക്ക് കൊടുക്കൂല, മറ്റുള്ളവർക്കൊന്നും കൊടുക്കൂല, അങ്ങനെ പിടിച്ചു വെക്കും. മാംസം കുറച്ചധികം പലയിടത്തു നിന്നായിട്ട് ഉദ്ഹിയ്യത്തിന് മാംസം മറ്റതൊക്കെ കിട്ടിയാലും നമ്മൾ തന്നെ അങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കും നമ്മുടെ ആശ്രിതർക്കും മതിയായത് കഴിഞ്ഞ് മിച്ചം വരുന്നത് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് പിടിച്ചു വെക്കാതെ കൊടുക്കുകയാണ് വേണ്ടത്. കാരണം അങ്ങനെ പിടിച്ചു വെച്ചാൽ അന്നക്ക തുഹാസബു അലൈഹി, അതേ ചൊല്ലി നിന്നോട് വിചാരണയുണ്ടാകും, നീ അതേക്കുറിച്ച് വിചാരണ ചെയ്യപ്പെടും. വലാ തൽഖാഹു ബൈന യദൈക ഇൻദ ഹാജതിക ഇലൈഹി, അതിലേക്ക് ആവശ്യമാകുന്ന സമയത്ത് നിന്റെ മുമ്പിൽ അത് ഉണ്ടാവും, അതുമില്ല. അപ്പൊ അതൊക്കെ ദോഷ. അപ്പൊ മിച്ചം വരുന്ന സംഗതികൾ എന്ത് ചെയ്യുക? ആവശ്യമുള്ളത് കഴിച്ചു ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർക്ക് നൽകാൻ കൂടെ നമ്മൾ ശീലിക്കണം. അതാണ് ഹദീസിലെ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അത്തരം നല്ല ശീലമുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.